രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ച് ഉയർന്നു. എന്നാൽ മാതൃകാപരമായ ഒരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. പെട്രോളിയത്തിൻ്റെയും അതുപോലെ ഡീസലിൻ്റെയും ഒക്കെ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ ഗണ്യമായി കുറച്ചു. പെട്രോളിൻ്റെ തീരുവ 13 രൂപയിൽ നിന്ന് 3 രൂപയാക്കി. ഡീസലിൻ്റേത് പൂർണ്ണമായും ഒഴിവാക്കി. എണ്ണവിലയുടെ ഭാരം ജനങ്ങളുടെ മുകളിലാകാതിരിക്കാനാണ് നടപടി എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി വ്യക്തമാക്കുന്നത്. എക്സൈസ് നികുതി വെട്ടിക്കുറച്ചതുവഴി കേന്ദ്ര സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം 1.7 ലക്ഷം കോടി രൂപയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൂർണ്ണമായി സജ്ജമാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നു. ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുകയാണ് പെട്രോളിയം മന്ത്രി. കേന്ദ്ര സർക്കാരിൻ്റെ മാതൃക പിന്തുടർന്ന് സംസ്ഥാനങ്ങളും ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറാകുമോ? ജനങ്ങളുടെ മുകളിൽ വന്നു വീഴാനിടയുള്ള ഭാരത്തിൻ്റെ പങ്കുവഹിക്കാൻ തയ്യാറാകുമോ സംസ്ഥാനങ്ങളും? അതോ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി പിന്മാറുമോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഇന്ധനവില ചർച്ചയാകുന്നില്ല എന്ന ചോദ്യവും പൊതുവേദി ഉന്നയിക്കുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ കുഞ്ഞഹമ്മദാണ്. ആ കുഞ്ഞഹമ്മദിനെ കണ്ടിട്ട് കുറച്ച് നാളായി അല്ലേ ശ്രീ കുഞ്ഞഹമ്മദ്? നമസ്കാരം സാറേ. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരിക്കും അല്ലേ? തെരഞ്ഞെടുപ്പ് തിരക്കിൽ തന്നെയാണ്. പക്ഷെ ഞാൻ വിളിച്ചത് കിട്ടലില്ല. വല്ലാതെ സങ്കടമുണ്ട് കാര്യത്തില്. ആണോ? അല്ല, സംസാരിക്കാത്ത 4 മാസമായി. 4 മാസമായി അല്ലേ? ഞാൻ അതിനൊരു പരിഹാരം ചെയ്യാം. ഞാൻ യൂട്യൂബിൽ എൻ്റെ നമ്മുടെ ഇതിൻ്റെ ലിങ്കിന് താഴെ എൻ്റെ നമ്പർ കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ കുഞ്ഞാമദിനെ പോലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പുതിയ ആളുകൾക്കും ഇതുപോലെ പല ആളുകൾ എന്നോട് പറയുന്നുണ്ട് അവർക്ക് ഫോൺ ചെയ്താൽ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് വിളിക്കാനോ എന്തെങ്കിലും ഒരു കുറേ കാലം കിട്ടാതാവുമ്പോൾ അവരെ ഒന്ന് സഹായിക്കാം. അപ്പോൾ ശ്രീ കുഞ്ഞാമ, അവിടെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ എന്താണ് പറയുന്നത്? എങ്ങനെ പോകുന്നു? ഇവിടെ പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലാണ് 20,000-ന് മേലെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി ജയിക്കും. പേരാവൂരോ? പേരാമ്പ്ര. പേരാമ്പ്രയിൽ അവിടെ TP അല്ലേ? രാമകൃഷ്ണ മണ്ഡലത്തിലാ. TP രാമകൃഷ്ണ മണ്ഡലത്തിലാണ്. പക്ഷെ അവിടെ എതിരാളിയായി വരുന്നത് ഒരു യുവതാരമാണ് അല്ലേ? അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ ഇടതുപക്ഷത്തിന് മണ്ണായി ഇയാളാർക്കും വിട്ടുകൊടുക്കൂല. അതെ, ആ ഉറച്ച തീരുമാനങ്ങൾ എഴുതി വെച്ച് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു യുവാക്കളുടെ പ്രതിനിധിയെ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. TP സുബ്രഹ്മണ്യനായ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ എല്ലാവരും നല്ല ബന്ധാണ്. ഇവിടെ പോളിടെക്നിക് കൊണ്ടുവന്നായി പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വലിയ വിജയമായി. പേരാമ്പ്ര താലൂക്ക് ഓഫീസ് ആധുനിക സജ്ജീകരണത്തിലൂടെ നിർമ്മിക്കാൻ പോവുക പേരാമ്പ്ര മണ്ഡലത്തിൽ. അത് ശരി. അപ്പൊ വലിയ വികസന മുന്നേറ്റം നടത്തുന്നു എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നുണ്ടോ അതോ വാട്സപ്പ് വഴി ഒക്കെ ആണോ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേരിട്ട് ഇറങ്ങുന്നുണ്ടോ? വീട് വിവാദം കയറുന്നുണ്ട്. അപ്പൊ നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? എല്ലാവരും വലിയ പിന്തുണയാണോ തരുന്നത്? പ്രതികരണം 2000 രൂപ കിട്ടുന്നുള്ള നല്ല പ്രതികരണം. 1000 രൂപ 32 ലക്ഷം പെണ്ണുങ്ങൾക്ക് 1000 രൂപ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുക. നല്ല പ്രതികരണം. അപ്പൊ ഞാനിതിവിടെ എഴുതി വെക്കുകയാണ്, 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം പേരാമ്പ്രയിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 21,600 കിട്ടി. ഇപ്പൊ 20,000 മേലെ എന്തായാലും കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ. നിങ്ങൾ അന്ന് വിളിച്ചോളി, ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. എത്ര നമുക്ക് പറയണം, ബാക്കി പിന്നെ സംസാരിക്കാം. ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശിവദാസൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ബാലരാം മുർന്ന്. ശ്രീ ശിവദാസൻ, ഈ പെട്രോൾ വിലകൾ കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകും എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചതിൽ വളരെ സന്തോഷം. കാരണം വില കൂടി, സാധാരണ യുദ്ധം വരുമ്പോൾ സാധാരണ വില കൂടുന്നത് സ്വാഭാവികമാണ്. എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നികുതി വരുമാനം, എക്സൈസ് വരുമാനം കുറച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നഷ്ടമാണ് ഇന്ത്യ ഗവൺമെന്റ് വരുന്നത്. എന്നിട്ട് പോലും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ഗ്യാസിന് പരമാറ്റി ഗ്യാസിന്റെ പരമായോ മറ്റു രീതിയിലോ വണ്ടി ഓടിക്കുന്നവർക്കോ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി, ബുദ്ധിമുട്ട് വന്നാൽ പോലും 100% 20% പോലും വരരുതെന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തൊരു കാര്യം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അത് ന്യായമായ കാര്യമാണ്. കാരണം ഇന്ന് സാറിന് നോക്കേണ്ട കാര്യം, ഇന്ത്യ യുദ്ധം വന്നപ്പോഴും ഏത് സമയത്തും ജാതി ഭേദമില്ല, രാഷ്ട്രീയമില്ലാതെ സംരക്ഷിക്കാനുള്ള ഏക വ്യക്തിയാണ് മോദിജി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്. ഞാൻ ഇത്രയും കാലം വർഷം ഒരു പ്രസ്ഥാനം വിശ്വസിച്ച ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഇന്ത്യ ഭരിക്കാൻ, ഇന്ത്യയെ കൊണ്ടുപോവാനും
ജനങ്ങളെ സംരക്ഷിക്കാനും ഇന്ന് ഏക മാർഗം BJP മോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് വന്നാലേ പറ്റൂ. അത് നെല്ലുകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. സാറ് പറയുമ്പോൾ ഞാനിപ്പോ അതിലേക്കല്ല നമ്മൾ പോട്ടെ. പെട്രോളിയം വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ സാറ് നേരത്തെ ഇന്നലെ ആദ്യം ചർച്ചയിൽ ചോദിക്കുന്നത് അവിടെ ആര് ജയിക്കും ഇവിടെ ജയിക്കുന്നത് സാറ് ചോദിച്ച വിഷയം അതല്ലേ? സാറ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാറ് പറയുന്നത് പാപ്പ ഇപ്പൊ പറഞ്ഞ് അവിടെ ആര് ജയിക്കും ചോദിച്ചു. അത് രാഷ്ട്രീയമല്ല. അതൊക്കെ അത് പറയണം. ഇന്നലെ കൊല്ലത്തുള്ള വിളിച്ചിട്ട് 4:44 സംസാരിച്ചത് 5 മണി സംസാരിച്ചു. അത് രാഷ്ട്രീയമായിരുന്നു. ആ സാറ് പറഞ്ഞോണ്ട് ഞാൻ സാറ് കുറ്റപ്പെടുത്തണല്ലോ. അങ്ങയുടെ മണ്ഡലത്തിലെ കാര്യം ഒരു തവണ എന്നോട് പറഞ്ഞല്ലോ, നമ്മളിത് സംസാരിച്ചല്ലോ. പറഞ്ഞോണ്ടെന്നാണ് സാറ് ഞാൻ അങ്ങനെ എതിർക്കാണല്ല. സാറ് പറഞ്ഞോണ്ടും പറഞ്ഞത്. സാറ് രാഷ്ട്രീയം എല്ലാ വിഷയം വിഷയം വന്നു. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഇപ്പം പറയാണ്, ട്രിവാൻഡ്രം ജില്ലയില് 5 സീറ്റ് LDA BJP സഖ്യം ജയിച്ചിരിക്കും. മനസ്സിലാർ 5 സീറ്റ് LDF കിട്ടുമെന്നോ? BJP 5 സീറ്റ് BJP കിട്ടും. തീർന്നല്ലോ സാറേ. അവിടെ 10-30 സീറ്റ് കിട്ടും. അത് ഘടകകക്ഷിക്ക് കൂടുതൽ കിട്ടും. CPM ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ 5 സീറ്റ് കിട്ടുമെന്ന് BJPക്ക് അല്ലേ? 5 സീറ്റ് സാർ ഏതൊക്കെ സീറ്റ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. അതിപ്പോ അങ്ങ് പറഞ്ഞുകൊണ്ടെന്നാ പിന്നെ മുഴുവൻ കേട്ടേക്കാം. നേമം, കാട്ടാക്കട, നേമം, കാട്ടാക്കട, അരുവിക്കര, വട്ടിയൂർക്കാവ്, നമ്മളെ തിരുവനന്തപുരം. ഈ 5 സീറ്റ് കറക്റ്റായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ജയിച്ച പാർട്ടികളില്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ കഴക്കൂട്ടത്താൾ ജയിക്കുമെന്നാണ് അവര് പറയുന്നത്. അതില്ലേ സാർ? കഴക്കൂട്ട് ജയിക്കാന്നുള്ള കാര്യം നെല്ല് ആഹാരം കഴിക്കുന്ന ആരാ സാറ് വോട്ട് ഈ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും കൊടുക്കും? ആര് കൊടുക്കും സാറേ? ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം. ഞാൻ അവരല്ലെന്നേ അങ്ങ് പറഞ്ഞ പട്ടികയിൽ കഴക്കൂട്ടം ഇല്ലെന്നാ ഞാൻ സൂചിപ്പിച്ചത്. കഴക്കൂട്ട് ഞാൻ പറഞ്ഞ 5 സീറ്റ്. അത് ഞാൻ പറഞ്ഞ മൊത്തവും പറയണം. എന്റെ മനസ്സാക്ഷി പറയുന്നത് കേരളം ഭരിക്കണം. ഇത് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചത്, നമ്മളിപ്പോൾ ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. 5 സീറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് പറഞ്ഞു നേമം, കാട്ടാക്കട, അരുവിക്കര, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ചോദിച്ചു, കഴക്കൂട്ടം ജയിക്കുമെന്നാണ് BJPക്കാർ ഏറ്റവും അധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന രീതി വെച്ച് പറയാം. എനിക്ക് എല്ലാവരും ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്ന ഈ സമയക്കുറവുകൊണ്ട് പറയാണ്. സാറ് പറഞ്ഞുകൊണ്ട് പറയാണ്. 5 സീറ്റിൽ ഇതില്ല. ഒന്ന് അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പറഞ്ഞ 5 സീറ്റിൽ ഇതില്ല, കഴക്കൂട്ടം ഇല്ല. ഞാനൊരു കാര്യം പറയാം. ഒന്ന് ഇതിന് മറുപടി പറയുന്നേ. ഒരു കാര്യം അങ്ങ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കല്ലേ? ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് മറുപടി പറയും. കഴക്കൂട്ടം അങ്ങ് എന്താ പറയുന്നത്? മുരളി ഉറപ്പായിട്ട് അവിടെ പിന്നെ 6 സീറ്റായില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ സീറ്റും ജയിച്ചെന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങ് പറയുന്നതിൽ ഒരു അടിസ്ഥാനം അങ്ങക്ക് തന്നെ ഇല്ല. അങ്ങ് പറഞ്ഞ 5 സീറ്റ് ജയിക്കുമെന്നാണ്, ഇപ്പൊ പറയുന്നത് 6 സീറ്റ് ജയിക്കുമെന്ന്. അപ്പൊ ഏതാണ് അങ്ങ് അവസാനമായിട്ട് എത്രയാ പറയുന്നത്? കഴക്കൂട്ടം വിട്ടുപോയി. കാരണം ഞാൻ വിട്ടുപോയി. സാർ കേൾക്കേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മനസ്സിലാക്കേണ്ട കാര്യം. ശരി. അല്ല അങ്ങ് ഇതിൽ ഒന്ന് എന്തൊക്കെയോ അല്ല അങ്ങനെ സംസാരിക്കും. നമ്മളൊരു ക്ലാരിറ്റിയോട് കൂടി ഇത് കേൾക്കുന്നേ. ശ്രീ ശിവദാസൻ, ഇത് കേൾക്കൂ. ഞാൻ പറയുന്നതും കൂടി കേൾക്കൂ. അങ്ങ് ഇങ്ങനെ മൈക്ക് വെച്ച് റേഡിയോ പോലെ സംസാരിക്കും. നമ്മളൊരു സംവാദത്തിൽ നിൽക്കല്ലേ. അങ്ങ് എന്നോട് ഞാൻ മറ്റേ ആൾ ചൂണ്ടിക്കാണിച്ചല്ല അങ്ങ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ നമ്മുടെ മുമ്പേ സംസാരിച്ച പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി പറയും. അങ്ങേക്ക് കൃത്യമായ മറുപടി ഇല്ല. അങ്ങ് ആദ്യം 5 ജയിക്കുമെന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു 6 ജയിക്കുമെന്ന് പറയുന്നു, പിന്നെ പറയുന്നു എല്ലാവരും ജയിക്കുമെന്ന് പറയുന്നു. ഇതിലെ അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, തിരുവനന്തപുരം ജില്ലയിൽ അങ്ങയുടെ എത്ര പേർ ജയിക്കും? ഞാൻ പറഞ്ഞതിൽ നേരത്തെ ക്ഷമിച്ചു. നേരം കഴക്കൂട്ടം ഉൾപ്പെടെ 6 സീറ്റ് തിരുവനന്തപുരം ജില്ല ജയിച്ചിരിക്കും. 6 സീറ്റ് ഞാൻ ഇവിടെ എഴുതി വെക്കട്ടെ. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണണം. തോറ്റു കഴിഞ്ഞാൽ എനിക്ക് മുട്ടായി വാങ്ങിച്ചു തരേണ്ടി വരും കേട്ടോ. സാറിന് മുട്ടായി സാറിന് നേരിട്ട് സാറിന്റെ വീട്ടിൽ വന്ന് സാറിനോട് ഞാൻ സാറിന്റെ വീടും സ്ഥലവും എനിക്കറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ വന്ന് സാറിനെ കണ്ട് നമസ്കരിച്ച് സാറിന് ഞാൻ നല്ല ചായയും പടയും വാച്ച് ചെയ്ത് സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു വെള്ളവും തന്നെ എനിക്ക് വിട്ടാൽ മതി. ശരി. സാറിനെ കാണുന്നുണ്ട്. വലിയ ആഗ്രഹമുണ്ട്. കാരണം അറിയാം, നേരത്തെ കാണും. കാരണം എനിക്കൊരു ആഗ്രഹമുള്ള ഞാൻ സാധിക്കാറുള്ള ആളാണ്. സാറിന്റെ വീട്ടിൽ വരും. അല്ലാതെ ഇവിടെ നിങ്ങളെ വേറെ വീട്ടിൽ വന്ന് ഞാൻ 2 കാര്യങ്ങൾ പറയാം. തോറ്റാലും അങ്ങ് എനിക്ക് പിന്നെ മുട്ടായി എന്താ വെച്ചാൽ തരേണ്ടി വരും. ജയിച്ചാലും തരേണ്ടി വരും. കാരണം ജയിക്കുമ്പോഴും അങ്ങാണ് ജയിക്കുന്നത്. നല്ല ആഹാരം, നല്ല ഫ്രഷ് ആഹാരം വന്ന് ഇഷ്ടപ്പെട്ട ആഹാരം വീട്ടിൽ മേടിച്ച് തന്ന് ആ സമയത്ത് ഒരു ആഹാരം കഴിച്ചിട്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങും. അപ്പൊ ജയിച്ചാലും എനിക്ക് തരേണ്ടി വരും. ജയിച്ചാലും തോറ്റാലും അങ്ങത്ത് ആര് ജയിച്ചാലും തോറ്റാലും നമ്മളെ MLA പറയണം. പക്ഷെ അതല്ല, വേദന കൊണ്ട് പറയണം. നമ്മൾ അനുഭവിക്കുന്ന വേദന. സമയം അതിക്രമിച്ചു. അടുത്ത ആൾ നിൽക്കണം. അസംബ്ലി ഉണ്ടായിരുന്നു ഈ ഗതികേട് വരുമോ? ഹിന്ദുക്കാർക്ക് ഇവിടെ ശരി വരുമോ? 2 MLA ഉണ്ടായിരുന്നു ഈ ഗതികേട് വരുമോ? അത്ര നമ്മളെ പുച്ഛിച്ചിട്ട് നാശമായി ഇട്ടിരിക്കുകയല്ലേ. ജാതി ആക്ഷേപിച്ചു. ഓക്കെ സാർ, നമസ്കാരം. ഓക്കെ, ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ വടകര. ഇന്ന് ബാലകൃഷ്ണൻ വടകരയുടെ ദിവസമാണ് കേട്ടോ.
കേന്ദ്ര സർക്കാർ ഒരുപാട് പഴികെട്ടതാണ് ഈ പെട്രോൾ വില വർധനവിനെ കുറിച്ച്. ഇന്നിപ്പോൾ പെട്രോളിൻ്റെ തീരുവ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു, എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് തീരുവ. ഡീസലിൻ്റെത് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു. പെട്രോളിൻ്റെത് 10 രൂപയിൽ ഓളം കുറച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ? ഹലോ, കേൾക്കാമോ സർ? കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം. എന്ത് തന്നെ ആയാലും ഈ പെട്രോളിന്റെ വില കയറാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടി സ്വീകരിച്ചതില്ലേ കേന്ദ്ര സർക്കാർ നമ്മൾ നന്ദി പറയണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ അത് സ്വീകരിക്കുമെന്നാണ് എന്റെ ചോദ്യം. അല്ല, സംസ്ഥാന സർക്കാർ ഇതൊന്നും നരേന്ദ്രമോദി ചെയ്ത ഒന്നും സ്വീകരിക്കത്തില്ലല്ലോ. ഇപ്പം തന്നെ നമ്മൾ അറിയുന്നത് ഇന്ത്യയിലേക്ക് മാത്രം ക്രൂഡ് ഓയിൽ വരുവാനുള്ള സൗകര്യം ഇറാൻ ചെയ്തു കൊടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ഒരുപക്ഷെ വളച്ചൊടിക്കുന്നതോ എന്ന് നാളെ ഇനി മോഡി സർക്കാർ പറയുന്നതെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് അടുത്തായതുകൊണ്ട് കൂടെ വളരെ ഇത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ ചേരുചേരാ നയമാണ്. അന്താരാഷ്ട്ര നയമല്ലല്ലോ ഇപ്പൊ എല്ലാരും ഇതിന്റെ അല്ല, ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് മോഡി പ്രതികരിക്കണ്ടേ, ഇന്ത്യ രാജ്യം പ്രതികരിക്കണ്ടേ. ഇന്ത്യ രാജ്യം പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഈ സാധാരണ ഈ വിളിക്കുന്ന പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ബഹുമാന്യ പ്രേക്ഷകർ പറയുന്നത് കേട്ട് വലിയൊരു പരാതി ബാലകൃഷ്ണൻ വടകരയ്ക്കും കൃഷ്ണൻകുട്ടിക്കും ഒക്കെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്നു. ഞങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതാ സാർ. അവര് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇവിടുന്ന് വിളിക്കുന്നതാണെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. അന്ന് നിങ്ങോട്ട് വിളിക്കുന്നതാണോന്നോ അങ്ങനെ എനിക്ക് തോന്നിപ്പോയി മെനിഞ്ഞാന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട്. അങ്ങ് പറയുന്നത് ഞാനും കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ പറയുന്നത് അങ്ങും കേൾക്കും. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ എന്തോ ശ്രീ ബാലകൃഷ്ണൻ വടകരയോട് ഒരു പ്രത്യേക തരം എനിക്കൊരു പ്രത്യേക തരം സ്നേഹമുണ്ട്, പക്ഷെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണെന്ന്. അങ്ങോട്ട് ഞാൻ വിളിക്കാറില്ല എന്ന് എനിക്കറിയാം, ബാലകൃഷ്ണൻ വടകരിക്കും അറിയാം. അപ്പം അതിൽ നമുക്ക് രണ്ടുപേർക്കും അതറിയാം. പക്ഷെ ചിലരങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് എനിക്ക് അല്ല, അത് പറയണല്ലോ. ഒരു ചാനലല്ലേ ഇത്, ചാനലിനൊരു അപകീർത്തി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ബഹുമാനിയായ കൃഷ്ണൻകുട്ടി സാറിന് 4:30 മണിക്ക് കൃത്യം 4:45 കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഷാർപ്പായിട്ട് നമ്മളെന്തോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുക. ഇവരിപ്പോ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാത്തിനും വിമർശിക്കരുത്. നല്ല കാര്യം നല്ലതാണെന്ന് തന്നെ പറയണം. ഡീൽ ഡീൽ ഡീൽ, ആരാ ഡീൽ? ഞാൻ വീണ്ടും എപ്പോഴും പറയുന്നത് ഇന്ത്യ മുന്നണി, കിണ്ടി മുന്നണിയാണ് ഇവർ. ശരി, അപ്പൊ ശ്രീ ബാലകൃഷ്ണൻ വടകര വിചാരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്നാണ് BJPക്ക്? ഇല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പറയാം, ഞങ്ങൾ തോൽക്കാനായിട്ട് മത്സരിക്കുന്നല്ലേ. ഞങ്ങളെ ഒരു സെക്കൻഡ് നമ്മുടെ തിരുവനന്തപുരം മേയറില്ലേ ഇപ്പോഴത്തെ? അല്ല, നമ്മളൊരു ചർച്ച ഒരു മിനിറ്റ്, ഞാനൊരു ചോദ്യം ചോദിക്കില്ല, നിങ്ങൾക്ക് അതിന് ഉത്തരവില്ലെങ്കിൽ എനിക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ. ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യത്തിന് മുന്നേ ഒരാൾ പറഞ്ഞു എന്നോട് 6 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല. പ്രതീക്ഷിക്കാതോ? തീർച്ചയായും എത്രയാണ് പ്രതീക്ഷ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 7 കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം കിട്ടുമായിരുന്നു, യാതൊരു സംശയവും വേണ്ട. ശരി, അപ്പൊ നമുക്ക് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 5000-ൽ മുകളിൽ വോട്ടിന് വിജയിച്ചിരിക്കും. ഞാൻ ഇവിടെ എഴുതി വെക്കുക കേട്ടോ, 5000-ൽ 1 വോട്ടെങ്കിലും കൂടുതൽ ഈ പ്രാവശ്യം. കാരണം യഥാർത്ഥ മതേതരവാദികൾക്ക് ചിത്രം മനസ്സിലായിട്ടുണ്ട്. ശരി, മഞ്ചേശ്വരത്ത് SDP-യുടെ കാല് പിടിച്ച് ഇടതും വലതും. ശരി, അപ്പൊ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം നമുക്ക് ഒന്നും കൂടി ഇത് ചർച്ച ചെയ്യാം. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലേ, വളരെ സങ്കട. സാർ വിളിക്കുക, 1 മണിക്കൂർ 1.5 മണിക്കൂർ ആക്കണം എന്ന സമയം. ശരി, നമുക്കാക്കാം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, ഈ സബ്ജക്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉടനെ ഇത്രയും നേരത്തെ വിളിച്ചത്. കാരണം എന്റെ മകളും സണ്ണിലോയും ഒക്കെ ഈ രംഗത്തിന്റെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ജാംനഗറിലല്ലേ എപ്പോഴും. ഓയിൽ റിഫൈനറിയുമായി അടുത്ത് ബന്ധമുള്ള അവര് മുകേഷ് അംബാനിയുടെ കൂടെ അല്ലേ, അവരുടെ ടൗൺഷിപ്പിലല്ലേ ഞാൻ അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ സീക്രട്ടാണ് അവരുടെ കാര്യങ്ങൾ. അതൊന്നും ഇന്ത്യയുടെ പെട്രോളിയം റിസർവ്സ് ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ പറയില്ല. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, നമുക്ക് ആവശ്യമായ ഇന്ധന സംഭരണിയുടെ വലിപ്പം നമുക്കുണ്ട് അല്ലേ? ഉണ്ട്. അതല്ല, അതിന്റെ പല സംഗതികളും ഉണ്ട്. ഞാനിപ്പോ ഇതിൽ കൂടി പറയില്ല. കാരണം എന്റെ അടുത്ത് വൈഫ് കിടന്ന ഇവിടെ ബഹളം കൂട്ടും. മകള് വീട്ടിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് TV-യിൽ വിളിച്ചു വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് ഇപ്പൊ പക്ഷെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ അതിൽ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി പറയാം. അവരുടെ അഡ്മിനിസ്ട്രേഷൻ വളരെ എഫിഷ്യന്റ് ആണ്. എനിക്കിപ്പോ ഞാൻ പറയുമ്പോ പഴയ ഒരു കേസുകാരനും ഇടതുപക്ഷക്കാരനും ഇല്ല. പക്ഷെ ഒരാൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് ചെയ്തു എന്ന് പറയണം. കാരണം ഡോളറിന്റെ കരുതൽ ശേഖരം എക്കാലത്തെയും കൂടുതലാണ് ഇന്ത്യക്ക്.
അപ്പൊ ഈ രൂപയ്ക്ക് എന്താണ് 90 95 ഡോളറിനെതിരെ എന്നൊക്കെ പറഞ്ഞ ഡോളറിനെ പ്രസക്തി ഇല്ലെങ്കിൽ പിന്നെ അതിനെതിരെ എത്രയായിട്ട് എന്താ കാര്യം? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അന്ന് കുറഞ്ഞ വിലയ്ക്ക് സംഭരിച്ച ഡോളറാണ് ഇപ്പൊ കൂടുതലായിട്ട് നല്ല വിലയ്ക്ക് ഗവൺമെന്റ് റിസർവ് ബാങ്ക് അത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പല വിധത്തിലും അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ സാമ്പത്തികമായിട്ട് നല്ലൊരു അടിത്തറ ഉറച്ചിട്ടുണ്ട്. പിന്നെ വേറെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഈ തോറിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഗതികളുടെ ഇതുണ്ട്. അതിൽ സസ്റ്റൈനബിൾ എനർജി എന്നാ പറയുന്നത്, എടുത്താലും തീരാത്തത്. അതൊക്കെ എടുത്ത് ഇനി ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഇനി നമുക്ക് കുറച്ചുകൂടി ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ രംഗത്ത് കുട്ടികൾ പറഞ്ഞ ഇതുള്ളൂ കേട്ടോ, അറിവുള്ളൂ. എനിക്ക് എന്റെ വിദ്യാഭ്യാസം അത്രക്കൊന്നും ഇല്ല. നമ്മൾ പഴയ കാലത്ത് ഒരു BA എക്കണോമിക്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അറിയേണ്ട സാമ്പത്തിക രംഗമല്ലേ ഇതിൽ ഏറ്റവും പ്രധാനം. പ്രധാനം അത് മാത്രമല്ല, ഈ ഗ്രീൻ എനർജി അതിനെ കുറിച്ചുള്ള റിസർച്ച് നടന്നു വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ പേര് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ കിടന്നുകൊണ്ട് അഡാനിക്കും അംബാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കും. അവർക്ക് അത് റിസർച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഗവൺമെന്റിന് PCR എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായിരുന്നു, പെട്രോളിയം കൺസർവേഷൻ ആൻഡ് റിസർവേഷൻ ഓർഗനൈസേഷൻ PC. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്ത രീതിയിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം ഇറാനിൽ പണ്ടൊരു ഭൂകമ്പം വന്നു. ആ ഭൂമിയുടെ അടിയിൽ ബാരൽ കണക്കല്ലേ കുഴിച്ചെടുക്കുന്നു. ഭൂകമ്പം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ ഇതൊക്കെ എഫക്ട് ചെയ്യും. യുദ്ധം തന്നെ വരണമെന്നില്ല. അപ്പൊ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു തിങ്ക് ഇൻ അഡ്വാൻസ്. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് വേറെ പിന്നെ അത് ക്രിട്ടിസൈസ് ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നികുതി അതെ സംസ്ഥാന ഗവൺമെന്റിന് ഓൺലി വല്ലവരും കുറ്റം പറയാൻ കൊള്ളാം. അവരുടെ കയ്യിൽ ഉള്ള കാശില്ല, ആശമാർക്ക് ശമ്പളം കൊടുക്കാനില്ല. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടെ സാലറി 50% കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ഞാൻ കേട്ടു. സത്യാണെന്ന് അറിയണം, നിങ്ങൾക്ക് ചാനലുകാർക്ക് എന്നെക്കാളും കൂടുതൽ അറിയാം ഹിമാചൽ പ്രദേശിലെ പ്രതിസന്ധി. ഓക്കെ, യെസ്, ഞാനും ഒന്ന് അന്വേഷിക്കാം. ഏതായാലും അപ്പൊ എന്നോടൊപ്പം കരുണാകരൻ ഒറ്റപ്പാലത്ത് നിന്ന് ചേരുന്നു. ശ്രീ കരുണാകരൻ ഒറ്റപ്പാലംകാരനാണ് അല്ലേ? ശ്രീ കരുണാകരൻ കട്ടായി. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. നമസ്കാരം. അവിടെ എങ്ങനെയുണ്ട് ശ്രീ പ്രസന്നൻ? അവിടെ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ ചൂട് പിടിച്ചോ മാളയിൽ? തെരഞ്ഞെടുപ്പ് രംഗം ഒക്കെ ചൂട് പിടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അക്കാര്യത്തിൽ ഒരു ചെറിയൊരു അഭിപ്രായം ഉള്ളത്, അതായത് എല്ലാ പാർട്ടികൾക്കും നിശ്ചിതമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഇലക്ഷൻ സമയത്ത് ഈ വോട്ട് ബാങ്കിൽ അധികം നിഷ്പക്ഷരായ ഒരു ആളുകൾ ഒരു 20% ആളുകൾ നമ്മുടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാത്തവര്. അവരുടെ ഒരു മനോനില അനുസരിച്ചായിരിക്കും ജയം പരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഈ പ്രചണ്ഡമായ ഈ ഇതിലൊന്നും അധികമൊന്നും വീഴില്ല. കുറച്ച് പേര് ഇങ്ങനെ മാറി നിൽക്കണ്ട്. അതായത് നിശ്ചിത ആൾക്കാരാണ് ഈ പ്രകടനത്തിനും മറ്റുള്ള പരിപാടികൾക്കൊക്കെ വന്നത്. ആ പ്രവർത്തകർ എല്ലാ പാർട്ടിക്കും എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ട്, പഞ്ഞൊന്നുമില്ല. പക്ഷെ പഞ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20% ആളുകളെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു ശതമാനം പറയണാണ്. അല്ല, ഞാൻ ചോദിച്ചത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിച്ചോന്നാണ്. അത് അങ്ങ് ഇങ്ങനെ വിസ്തരിച്ചു പോകാൻ നമുക്ക് സമയമില്ല. ഞാൻ ചോദിക്കുന്നത് അവിടെ എന്താണ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ചിത്രം എന്താണ്? എല്ലാവരും നല്ല രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, ചൂടായി വരുന്നേ. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇനി അടുത്ത ചോദ്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഈ വില കുറച്ചത് ഒരു സംസ്ഥാനങ്ങൾ മാതൃകയാക്കി എടുക്കുമോ ശ്രീ പ്രസന്നൻ? സംസ്ഥാനങ്ങൾ മാതൃകയാക്കി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം ഡയറക്റ്റ്, അതായത് കൃത്രിമമില്ലാതെ ചോർന്നു പോകാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം 2-3 വരുമാനങ്ങളിൽ ഒന്നാണ് ഈ പെട്രോളിൽ നിന്നുള്ളത്. പെട്രോള്, ലോട്ടറി, മദ്യം, ഇതൊക്കെ അതൊന്നും അവര് വില കുറയ്ക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ അവര് ബുദ്ധിമുട്ട് അനുഭവിക്കും. അതിന്റെ പേരിൽ കുറയ്ക്കാൻ സാധ്യതയില്ല. പിന്നെ ഇനി ഇലക്ഷൻ കാലമാണ്, അതിന്റെ പേരിൽ വല്ല ഇതൊന്നും കാണിക്കുമെന്ന് മാത്രമേ സംശയമുള്ളൂ. സാധാരണഗതിയിൽ കുറയ്ക്കാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഈ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസം ഒക്കെ പറയണ്ടെങ്കിലും നമുക്കിടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ മതേതരത്വം ഉണ്ടോ, ജനാധിപത്യം ഉണ്ടോ? അല്ല, അത് നമ്മള് അത് വേറൊരു വലിയ വിഷയമാണ്, മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം. ഞാൻ ചോദിക്കുന്നത് നമുക്ക് അത് മുഴുവൻ സംസാരിക്കുന്ന സമയമില്ല. അപ്പൊ അവിടെ അങ്ങ് ഇപ്പൊ കയ്പമംഗലമാണ് അല്ലേ മണ്ഡലം, മാള എന്ന് പറയുമ്പോൾ? മാള തൃശ്ശൂർ ചാലക്കുടി മണ്ഡലമാണ് അല്ലേ? ചാലക്കുടി അല്ല, കൊടുങ്ങല്ലൂർ മണ്ഡലമാണ്. ചാലക്കുടിയാണ് നിയറസ്റ്റ് സിറ്റി. അങ്ങയുടെ മണ്ഡലം കൊടുങ്ങല്ലൂരാണ്? അതെ. ഓക്കെ, ഞാൻ വെച്ച പഴയ മാള പഴയൊരു മണ്ഡലമായിരുന്നല്ലോ കെ കരുണാകരന്റെ. അത് പിന്നെ കുറെ ഭാഗങ്ങൾ മാറ്റി കൊടുങ്ങല്ലൂരിൽ ആക്കിയെന്നുള്ളൂ. ഏരിയക്ക് അത് തന്നെ കൊടുങ്ങല്ലൂർ മണ്ഡലം ആക്കിയെന്നുള്ളൂ. ഓഹോ. അപ്പൊ അവിടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ അങ്ങ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും ഇല്ല അല്ലേ?
ഇല്ല ഇല്ല, ഞാൻ തീർത്തും മാറി അത്യാവശ്യം ചിന്തിക്കണൊക്കെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. ശരി ശരി. അപ്പോൾ അവിടുത്തെ ചിത്രം അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ചുരുങ്ങിയ വാക്കുകൾ, നമ്മൾ സമയം ഇങ്ങനെ അതിക്രമിച്ച് പോയി കഴിഞ്ഞു. ഓക്കെ. ഇനി അല്ല, ഇതിന് മുമ്പാട് 2 പ്രേക്ഷകർ പറഞ്ഞു BJPക്ക് ഇവിടെ 5 സീറ്റ് കിട്ടും, 6 സീറ്റ് കിട്ടും എന്നൊക്കെ. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അരിയാകാരം കഴിക്കുന്ന ആൾക്കാരല്ലേ. ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടില്ല. ഇവിടെ എന്ത് തലകുത്തി മറിഞ്ഞാലും തിരുവനന്തപുരം ജില്ലയിലെ കാര്യമാണ് പറയും, സംസ്ഥാനത്ത് ഒരിടത്ത് വേണം. സംസ്ഥാനത്ത് കിട്ടില്ല ഒരൊറ്റ സീറ്റ് പോലും. വേണമെങ്കിൽ എഴുതി വെച്ചോ, 26 അമ്മാനിസ്ഥാനം വേണമെങ്കിൽ എഴുതി വെച്ചോ. ശ്രീനിവാസൻ പറയുന്നത് കറക്റ്റാണ്. ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ല. വേണമെങ്കിൽ നോക്കിക്കോ, വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇതൊക്കെ മോഹമാണ്. 6 സീറ്റ് 5 സീറ്റ് ഒരു ജില്ലയിൽ മാത്രം 6 സീറ്റ്. അപ്പൊ ഈ സംസ്ഥാനത്ത് 150 സീറ്റ് അവർക്ക് കിട്ടുമോ സാറേ? അതൊക്കെ എന്തൊരു അയ്യാകാരം കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഇവരൊക്കെ അറിയാം. നമ്മുടെ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. സമയക്കുറവ് കൊണ്ടാണ്. അജയ് ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അജയ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ബാംഗ്ലൂരിൽ അടിക്കുന്നുണ്ടോ അജയ്? മലയാളികളുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മൾ ഒത്തിരി പൊളിറ്റിക്കലി കണക്റ്റഡ് ആണല്ലോ മലയാളികൾ. അപ്പൊ ഈ ഇന്ധനവില കുറച്ചത് കേന്ദ്രം കുറയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അത് അതിന്റെ ഒരു ഉത്തരവാദിത്വം വരുമോ? എന്താണ് ശ്രീ അജയ്ക്ക് തോന്നുന്നത്? എന്തായാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് കേരളത്തിൽ അതിപ്പോ ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ല. അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാകാം, തെരഞ്ഞെടുപ്പ് ചർച്ച പോലും ആകുന്നില്ല. പല തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ ഇയറിലൊക്കെ നമ്മൾ എപ്പോഴും ഈ പെട്രോൾ വില ഒരു വലിയ, ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നോക്കിയിട്ട് പെട്രോൾ വില ചർച്ചയേ ആകുന്നില്ല. സാറേ, എന്റെ സംശയം ഇപ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് കുറെ ഫ്രീ ബി ഓഫർ ചെയ്തിട്ടുണ്ട്. അവര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്രോളിനൊന്നല്ല എല്ലാത്തിനും വില കൂടും. ഞങ്ങൾ ബാംഗ്ലൂരിൽ അനുഭവിക്കുന്ന സംഭവം. ഇവിടെ എല്ലാത്തിനും ഇലക്ട്രിസിറ്റി, രജിസ്ട്രേഷൻ, ഫ്യൂവല്. അപ്പൊ അവിടെ അങ്ങനെ ബാംഗ്ലൂരിൽ അതാണോ സംഭവിച്ചത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ പ്രതീക്ഷിച്ച ഗുണമൊന്നും ഉണ്ടായില്ലേ? ഇവിടെ അവര് ഫ്രീ ബി കൊടുത്തിരിക്കുന്ന ഫ്രീ ബി എന്ന് പറയുമ്പോഴത്തേന് അവർ എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? മറ്റെല്ലാ കുറച്ച് സ്ഥലങ്ങളിൽ സൗജന്യം കൊടുക്കും, മറ്റു സ്ഥലങ്ങളിൽ അത് വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് അത് ഈടാക്കും എന്നാണോ? അതാണോ അങ്ങയുടെ ഭയം? യെസ്, എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ ഏതായാലും നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് വളരെയധികം സന്തോഷം. കുര്യൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ കുര്യൻ. എൻ്റെ പേര് കുര്യൻ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. മുന്നൊരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇറാൻ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങയുടെ വീട് തൃശ്ശൂർ എവിടെ? കുറുക്കഞ്ചേരി? ടൗണിലാണ്. അപ്പൊ ഇതിന്റെ നമ്മള് എന്താ പറയാ, എണ്ണവിലയുടെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് 85% നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? അപ്പൊ അതിന്റെ വിലയുടെ നമ്മൾ സ്പ്ലിറ്റ് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയാൻ പറ്റും അതിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാന്ന്? സ്പ്ലിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞു തന്നെ. അതായത് ഒരു നേരത്തെ ഇതിന്റെ ഒരു 30.8 എന്നുള്ളതാണ് സ്റ്റേറ്റ് വാറ്റ് ടാക്സ് ആയി വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. 30 രൂപയാണ് ഇവര് ടാക്സ് മേടിക്കുന്നത്, കേരള ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് 19 രൂപയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി, അതിന്റെ ഇതെല്ലാം അടക്കം. ഒരു പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കറിയോ? 1 ലിറ്ററിന് അത് ബേസിക്കലി 56-57 രൂപയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലല്ല, ഒരു പെട്രോളിയം, അതായത് ഓയിൽ കൊണ്ടുവന്ന് ഇപ്പൊ നയറ കമ്പനി അത് പ്രോസസ് ചെയ്ത് അവര് നമുക്ക് പെട്രോളിനും ഡീസലായിട്ട് കിട്ടുമ്പോ അവർക്ക് 1 ലിറ്ററിന് എത്ര കിട്ടണമെന്ന് അറിയോ? 4 രൂപയാണ് കിട്ടുന്നത്. 4 രൂപ കിട്ടുന്ന അധിക, അതായത് 1 ലിറ്റർ പെട്രോൾ അവർ വിൽക്കുന്ന 4 രൂപയ്ക്കാണോ? അവർക്ക് കിട്ടുന്ന ലാഭമാണ്. 1 ലിറ്ററിന് 4 രൂപയാണ്. അതായത് ഈ സാധനം കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്ത് ഇത്രയും വലിയ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അവർക്ക് കിട്ടുന്നത് 4 രൂപ. അതേസമയം കേന്ദ്ര ഗവൺമെന്റിന് അതിന് ഫണ്ട് അറേഞ്ച് ചെയ്യണം, രാജ്യങ്ങളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, യുദ്ധത്തിലുള്ള പ്രോബ്ലംസ് ഇതിനൊക്കെ നോക്കണം. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ കിട്ടണം? യാതൊരു എഫർട്ട് ഇല്ലാതെ 30 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ കേരളം മാത്രമല്ല പറഞ്ഞു, ഓൾ ഓവർ ഇന്ത്യ ഓരോ സംസ്ഥാനത്തിനും കിട്ടുന്നത് 25 to 35 ആണ്. അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷദ്വീപ് ആൻഡമാനിലാണ് ഏറ്റവും വില കുറവ് അല്ലേ പെട്രോളിന്? ഇനി രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ USA ഇന്നത്തെ റേറ്റ് അറിയോ പെട്രോളിന്റെ? 3 times അവർ കൂട്ടി അവിടെ. അല്ലല്ല, പെട്രോളിന്റെ വില അവര്
4 ഇരട്ടി കൂടി അവിടെ, 3 ഇരട്ടി കൂടി ഇപ്പോ. എവിടെ? മറ്റുള്ള എല്ലാ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ പ്രൈസ് കൂട്ടി അവിടെ. ഇനി നമ്മുടെ പാകിസ്ഥാനിൽ എത്ര ഒരു ലിറ്റർ പെട്രോളിന് അറിയോ? പാകിസ്ഥാന് നാണയത്തിന്റെ വില ഇടിഞ്ഞില്ലേ, 200 രൂപ. അതെ, അവിടെ നമ്മുടെ അവിടെ ഇപ്പോഴും 95 രൂപയ്ക്കല്ലേ നമ്മൾ കൊടുക്കണ ഇന്ത്യ ഗവൺമെന്റ്. നമ്മുടെ കേരളത്തിലാണല്ലോ 105, 10 രൂപ കൂടുതലുള്ളത്. അതേപോലെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ നോക്കുക, നേപ്പാൾ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ശ്രീലങ്കയിലൊക്കെ അടച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും മറ്റേ ഫിലിപ്പൈൻസ് ഒക്കെ 4 ദിവസം വർക്കിംഗ് ആയിക്ക് മാറ്റി. 4 ദിവസമായി വർക്കിംഗ്. അവർക്ക് ഇത് കൊടുക്കാനില്ല, ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ എന്താ പറയുക, പെട്രോൾ ഇല്ല അവർക്ക് കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യയില്, അതായത് ഇന്ത്യൻ പോളിസി വളരെ കറക്റ്റ് ആണ് ഇന്നത്തെ. അവര് രാജ്യമായിട്ടും ശത്രുതയില്ല. റഷ്യയായിട്ട് നല്ല ടേംസ് ആണ്, യൂറോപ്യൻ യൂണിയനായിട്ട് ടേംസ് ആണ്, അമേരിക്കയായിട്ട് ടേംസ് ആണ്, ഇറാനായിട്ട് നല്ല ബന്ധമുണ്ട്, ഗൾഫ് കൺട്രീസ് ആയിട്ട് നല്ല, ഇതെല്ലാം ഏറ്റവും നല്ല പോളിസി. ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, എനിക്ക് രാഷ്ട്രീയമില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഇസ് ഡൂയിങ് ദ ബെസ്റ്റ് പോളിസിയാണ് ഇപ്പൊ എടുക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യ ഗവൺമെന്റ് കൂടെ നിൽക്കണം. അതാണ് എനിക്ക് രാഷ്ട്രീയം ഞാൻ പറയല്ല, ഞാൻ തന്നെ ഇൻഡിവിജ്വൽ ഒരു നാഷണൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണത് ഇത് ഓരോ നമ്മുടെ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഈ സിറ്റുവേഷനിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് ഇലക്ഷൻ വന്നു, അപ്പൊ പൊളിറ്റിക്സ് പറഞ്ഞു, ഇതിൽ എന്തർത്ഥമുള്ള നെറ്റ് ഇഫക്റ്റിൽ നമ്മൾ തന്നെയല്ലേ ബാധിക്കുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ വേറെ യുദ്ധത്തിന്റെ പൊളിറ്റിക്സ്, ഈ നമ്മുടെ എല്ലാ ജനങ്ങളും താമസിക്കുന്നത് ഗൾഫിലാണ്. ഓക്കെ, നമുക്ക് സമയം കുറവുകൊണ്ട് മറ്റാളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യെസ്. അപ്പൊ നമുക്ക് ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണെന്ന് മനസ്സിലായി. യൂട്യൂബിലും കുറച്ച് കമന്റ്സ് വന്നിരിക്കുന്നത്, നന്ദി. അപ്പോൾ ശ്രീ കുര്യൻ അദ്ദേഹം കുറച്ചും കൂടി വിശകലനം ചെയ്താണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷിജു നേരത്തെ നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, നമസ്കാരം എന്ന് പറഞ്ഞു. ഞാൻ ഈ ടെലിഫോണിൽ എന്നെ ഒരിക്കലും വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി യൂട്യൂബിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾ, അല്ലെങ്കിൽ ഒരിക്കലും വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എടുത്തെന്ന് വരില്ല. ഇതുപോലെയൊക്കെ നമ്മൾ ഫ്ലോറിലും അല്ലെങ്കിൽ വോയിസ് ബൂത്തിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഞാനത് നോക്കാവുന്നതാണ്, ഒട്ടും കിട്ടാത്തവർക്ക് കേട്ടോ. അപ്പോൾ ഷിജു എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. പ്രബുദ്ധ മലയാളി വിൽ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, ദേ ആർ ജീനിയസ് എന്ന് പറയുന്നു. ഹായ് മനു എന്ന് ശശിധരൻ പിള്ള പറയുന്നു. നമസ്കാരം, ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. ഇന്ന് വിവാദ വിഷയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു വലിയ വിവാദ വിഷയമാണ് പെട്രോൾ. നമ്മൾ പക്ഷേ എന്തുകൊണ്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലേ ചർച്ച ചെയ്ത് കാണുന്നില്ല. കിഷോർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, കോന്നിയിൽ നിന്ന് നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ്. പെൻഷൻ പേരും പറഞ്ഞ് ലിറ്ററിന് 2 രൂപ കൂട്ടിയവർ ഇന്ന് കുറച്ച് തരുന്ന വിചാരിക്കുന്നവർ വിഡ്ഢികളാണെന്ന് ശശിധരൻ പിള്ള പരിഹസിക്കുന്നു. പെട്രോളിയം വില കുറയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വോട്ടിംഗ് കണക്ക് പറയുകയാണ് എല്ലാവരും എന്ന് പറയുന്നു. ഓക്കെ, എക്സൈസ് ഡ്യൂട്ടി കട്ട് came a day after Naira Energy, the premier private fuel merchant in India, implemented a price hike, increasing the petrol price by ₹5 and diesel by 3 per litre. സബീന എനിക്ക് എഴുതുകയാണ്. അതെ, ആ ഒരു ഇന്ധന വില വർധനവ് വരുന്നു എന്നതിൻ്റെ സൂചന ആദ്യം ലഭിക്കും. അപ്പോൾ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ സംരംഭമാണല്ലോ ഈ നയര എനർജി. അപ്പോൾ അവർ ആദ്യം പെട്രോളിന് വില കൂട്ടിയ ഘട്ടത്തിലാണ് അടിയന്തര നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോയി എന്നുള്ള ആ ഒരു നിരീക്ഷണം ശരിയാണ്, ഞാനും അത് മനസ്സിലാക്കുന്നു. ശിവദാസ് വിൽ ഗിവ് ടോഫി ഫോർ ദ വിന്നിങ് ആൻഡ് കഞ്ഞി ഫോർ ഫെയിലിയർ എന്നാണ് ഷിജു. അപ്പം ശിവദാസൻ ബാലരാമപുരം പറഞ്ഞല്ലോ 6 സീറ്റിൽ ജയിച്ചാൽ മുട്ടായി എനിക്ക് തരാമെന്ന്. അപ്പോൾ ജയിച്ചാൽ മുട്ടായി, തോറ്റാൽ കഞ്ഞിയാണ് തരിക എന്നാണ് പരിഹാസം. ഓക്കെ, ഈ കണക്കിന് പോയാൽ മനു വലയും. മുട്ടായി മുഴുവൻ തിന്ന് ഷുഗർ കൂട്ടരുത് എന്ന് എന്നോട് ശശിധരൻ ഉപദേശിക്കുന്നുണ്ട്. അത് ഞാൻ ഓർത്തില്ല കേട്ടോ, ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞാണ്. സത്യത്തിൽ ഞാൻ മുട്ടായി ഇപ്പോൾ അധികം എന്നല്ല, ഒട്ടും കഴിക്കാറേയില്ല. അപ്പോൾ സുനിൽകുമാർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. ശശിധരനും പിള്ളയ്ക്കും നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, കേരള സർക്കാർ കുറച്ചുകൊണ്ടേയിരിക്കുന്നു, കുറയ്ക്കും എന്നുള്ളതിന് പരിഹസിച്ചിട്ടാണെന്നാണ് മോഹനൻ എന്താണ് കേരള സർക്കാരിന് തീരെ ഇഷ്ടമായില്ലെന്നാണ്. ടെൽ ബാലകൃഷ്ണൻ കോൾ ഇന്ത്യ മുന്നണി ആൻഡ് നോട്ട് ഇന്ത്യ മുന്നണി, പേ റെസ്പെക്റ്റ് എന്ന് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ വടകരയോട് ഒരു പ്രേക്ഷകൻ പറയുകയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയും. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് അത് അവർ പരിഹസിക്കുന്നതാണ്, കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മുന്നണി ഉണ്ടല്ലോ എന്ന അർത്ഥത്തിൽ. അപ്പോൾ അത് ഓക്കെ, ഏതായാലും നമുക്കൊരു റെസ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സുനിൽകുമാർ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. ശശിധരൻ പിള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റ് വളരെ നല്ലതാണ്, ഇവിടെ ഇലക്ഷനിലായിരുന്നെങ്കിൽ ഈ പേരും പറഞ്ഞ് പിണറായി സർക്കാർ വില കൂട്ടിയേനെ എന്ന് സുനിൽ പരിഹസിക്കുന്നു. ദർ ഇസ് എ നെയിം
ഫോർ NDA യു വോണ്ട് ടു കോൾ ദാറ്റ് മിസ്റ്റർ ബാലകൃഷ്ണൻ എന്ന് ഷിജു അങ്ങോട്ടും പറയുന്നുണ്ട്. പെൻഷൻ്റെ ഓക്കെ ദാറ്റ് ഈസ് ഇന്ത്യ അലയൻസ്, അതാണ് ബ്രോ നന്ദകുമാർ പറയുകയാണ്. അതിൽ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുന്നത് എന്നാവും ബാലകൃഷ്ണൻ വടകര പറഞ്ഞത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സെസ് കുറയ്ക്കും എന്ന് തോന്നുന്നില്ല. മനുസർ, ശബരിമല കൊടിയേറ്റം കേസ് ഹൈക്കോടതി തീർപ്പാക്കിയല്ലോ, ഇപ്പോൾ യഥാർത്ഥ സ്വർണ്ണക്കള്ളന്മാർ ആരാണെന്ന് ജനത്തിന് മനസ്സിലായില്ലേ എന്ന് സുനിൽ ചോദിക്കുന്നു. ചാർലി എന്നോട് ഹഹഹാന്നോ ബബ്ബാന്നോ എന്തോ പറയുന്നുണ്ട്. ഓക്കെ ചാർലി. ശ്രീനിവാസൻ ചേട്ടൻ ഏത് ലോകത്താണ്? BJPക്ക് 5-10 സീറ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട് സുനിൽ. അതുപോലെ VC തോമസ് പറയുന്നു പെട്രോളിൻ്റെ വില നിയന്ത്രണ അധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തിട്ട് നികുതി സ്വല്പം കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം മുതൽ പെട്രോൾ വില കൂടും എന്നാണ് അവർ പറയുന്നത്, എന്നാണ് VC തോമസ് എന്നോട് പറയുന്നത്. നിക്ഷേപകർക്ക് 20% അല്ല പ്രസന്റ് 50%, നിഷ്പക്ഷർക്ക് 20% അല്ല പ്രസന്റ് 50%-ത്തിൽ ഏറെയുണ്ട് നിഷ്പക്ഷർ എന്ന് ശശിധരൻ പറയുന്നു. ശ്രീനിവാസൻ ഫ്രം വിച്ച് പാർട്ട് ഓഫ് ട്രിവാൻഡ്രം ആണെന്ന് ചോദിക്കുന്നു. ഓക്കെ. ശക്തിമാൻ എന്നോട് തിരുവനന്തപുരത്ത് BJP മേയറുള്ള കാര്യം ശ്രീനിവാസൻ മറന്നു എന്ന് ശക്തിമാൻ പറയുന്നു. അതോടൊപ്പം പിന്നെ കുര്യൻ ചേട്ടൻ ഈ സത്യം എത്ര വിളിച്ചു പറഞ്ഞാലും ഇവിടെയുള്ള മോദി വിരോധികൾ അംഗീകരിക്കില്ല എന്ന് സുനിൽ പറയുന്നു. കുര്യൻ കാര്യങ്ങൾ പഠിച്ചാണ് പറയുന്നത് എന്ന് ഗ്ലാഡിയേറ്ററും പറയുന്നു. കൃഷ്ണദാസ് ഗ്യാസ് എന്നോട് പറയുന്നത് ഈ കുറച്ചു തുക നിലവിൽ ഉപഭോക്താവിന് കിട്ടാൻ സാധ്യതയില്ല, എന്നാൽ വില കൂടാതെ ഇരിക്കും. ഹിമാചൽ കോൺഗ്രസ് സർക്കാർ 5 രൂപ കൂട്ടിയെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണി ഭരിച്ചിരുന്നെങ്കിൽ നമുക്ക് വണ്ടി ഒതുക്കി നടക്കേണ്ടി വരുമായിരുന്നു ഗ്ലാഡിയേറ്റർ പറയുന്നു. ശരിക്കും ഇന്ദിരാ മുന്നണിയാണ് എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ മിനി ടീച്ചർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചുവന്ന ഹൃദയം ഒക്കെ അയക്കുന്നുണ്ട്. വിനോദൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതോടെ അജിത് കുമാർ മാറോളി 4 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ എണ്ണ കമ്പനികളുടെ പ്രതിവർഷം എത്ര കോടി രൂപയാണ് എന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണയല്ലേ വിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും × 4 എന്നുള്ള ഒരു തുക അതിലുണ്ടാവും. എണ്ണ കമ്പനികൾക്ക് നഷ്ടം വരാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ടാക്സ് കുറച്ചത് എന്ന് ജിയോവ പറയുന്നു. ജോയ് എന്നോട് കാലിക്കറ്റ് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. എണ്ണ കമ്പനികൾക്ക് നഷ്ടം വരില്ല, കാരണം അവരെ എണ്ണ വില കൂട്ടും, സ്വാഭാവികമല്ലേ, നയാര കൂട്ടിയത് കണ്ടില്ലേ. അപ്പോൾ മൈക്കിൾ എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ശ്രീ മൈക്കിൾ. സാറേ നമസ്കാരം. 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 പിന്നെ എണ്ണവില കുറച്ചത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷെ എണ്ണവില കുറച്ചെന്ന് പറഞ്ഞാൽ ഈ 10 വർഷമായിട്ട് ഈ ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കും, 40 രൂപയ്ക്ക് അല്ല 50 രൂപയ്ക്ക് പെട്രോളും 40 രൂപയ്ക്ക് ഡീസലും കൊടുക്കും. വീടുകളിലെ ഗ്യാസ് സിലിണ്ടറുകളില് സബ്സിഡി അവര് 70 രൂപയ്ക്ക് കൊടുക്കും, ബാക്കി 30 രൂപ സംസ്ഥാന സർക്കാർ ചുമത്തില്ല. പിന്നെ എങ്ങനെ 50 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും? അല്ല, അത് ജനങ്ങളോട് പറയണം. ഞങ്ങൾ 70 രൂപയ്ക്കാണ്, ഞങ്ങൾ 50 രൂപ പറഞ്ഞിരുന്നു, അത് 70 രൂപയ്ക്കാണ്. ഇതുപോലൊരു സാഹചര്യത്തിൽ അവർ മുഴുവൻ നികുതി ഒഴിവാക്കി ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വാഗ്ദാനം കൊണ്ടുവരാൻ 30 രൂപ ഇരിക്കുന്ന ഇടത് സർക്കാർ അല്ലെങ്കിൽ മറ്റ് മുന്നണികൾ, BJP അല്ലാത്ത മുന്നണികളുണ്ടല്ലോ, അവർ തയ്യാറാകുമോ? നമുക്കിപ്പോ മുന്നണിയുടെ അല്ലല്ലോ, നമ്മുടെ ഒരു ക്രൈസിസ് വന്നു, ജനങ്ങളെല്ലാം സഹകരിക്കണം. ഈ 10 വർഷം കൊണ്ട് ഇവർ എന്ത് ചെയ്തു? 10 വർഷത്തെ കാര്യം പറയണം. കാരണം 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നവരാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ അടിച്ചേൽപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ 450 രൂപയ്ക്ക് മേടിച്ച ഗ്യാസ്. ഞാൻ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഇവിടെ 30 രൂപ ഈ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുകയാണ്, അതുകൂടാതെ 2 രൂപ സെസ്സും. അല്ല, അത് അന്നും ഉണ്ടായിരുന്നു, 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു, അതിന് എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ നമ്മളെ കളിപ്പിച്ച് ഈ ജനങ്ങളോട് പറഞ്ഞ വാക്ക് അവര് പറഞ്ഞാൽ അവരിങ്ങനെ അവർക്കറിയാം. സംസ്ഥാന BJP ഘടകമല്ലേ അങ്ങനെ പറഞ്ഞത്? അവിടെ അവരോട് ഇപ്പൊ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഇത് ചോദിക്കുന്ന സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അവര് കേന്ദ്രം ആദ്യം നികുതി കുറയ്ക്കട്ടെ. ഇപ്പൊ കേന്ദ്രം നികുതി കുറച്ചു, ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനവും ആ പാത പിന്തുടരുമോ? ഇല്ല, കേന്ദ്രത്തിന് നികുതി കുറയാൻ ഞാൻ പറഞ്ഞു വന്നതാണ്. കേന്ദ്രം മാത്രം കുറയ്ക്കണം, സംസ്ഥാനം കുറയ്ക്കാതിരുന്നാൽ പിന്നെ എങ്ങനെ ഇത്? കേന്ദ്രം എന്ന് പറഞ്ഞാല് സാർ, കേന്ദ്രമാണ് ഈ പൈസ 50 നമുക്കറിയാമല്ലോ, 30 രൂപ 35 രൂപ ഇരുന്ന ഡീസലൊക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കാം ശ്രീ മൈക്കിൾ ഇടുക്കിയോട്. കേന്ദ്രമാണോ സംസ്ഥാനമാണോ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ തുക നികുതിയായി പിരിച്ചെടുക്കുന്നത്? ഇത് 50 രൂപയ്ക്ക് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്രമാണോ സംസ്ഥാന സർക്കാരാണോ കൂടുതൽ തുക പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ പേരിൽ നികുതിയായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്? സാറിന്റെ ചോദ്യം ശരിയാണ്. ഞാൻ പറഞ്ഞത് ചോദ്യം വളരെ ക്ലിയർ ആണ്, അങ്ങേക്ക് ഉത്തരവും അറിയാം,
അങ്ങ് അത് പറയില്ല എന്നതാണ്. അത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇല്ലല്ല ഞാൻ പറയാം സാർ. 30 രൂപയ്ക്ക് ഇനിയിപ്പോ 30 രൂപയ്ക്ക് കേന്ദ്രം ഡീസൽ കൊടുത്തെന്ന് പറഞ്ഞാലും സംസ്ഥാന സർക്കാരുകളുടെ നികുതി അവരെടുക്കും. 20 രൂപയ്ക്ക് കൊടുത്താലും എടുക്കും. സംസ്ഥാന സർക്കാർ അവരെടുക്കും. ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര സർക്കാർ 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കാമെന്ന് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. 50 രൂപയ്ക്ക് കൊടുക്കാമായിരുന്നിട്ടും 100 രൂപയ്ക്ക് വരെ ആക്കിയതാ. അതേ ഇത് തന്നെ ഗ്യാസിന്റെ ഈ പെട്രോളിന്റെ ഇതല്ലേ വരുന്ന ഗ്യാസിന്റെയും. ഞാൻ ഗ്യാസ് മേടിക്കുന്ന ആളാണ്. 10 വർഷത്തിന് മുമ്പ് 450 രൂപയ്ക്ക് ഗ്യാസ് മേടിച്ചുകൊണ്ടിരുന്ന സബ്സിഡിയോടുകൂടി. ആ സബ്സിഡി നിർത്തിയിട്ട് അവർ പറഞ്ഞ് നിങ്ങളെല്ലാം അക്കൗണ്ട് ചേരണം, നിങ്ങളുടെ ബാങ്കിലേക്ക് ഞങ്ങൾ അങ്ങ് ബാക്കിയുള്ള എല്ലാം അങ്ങ് ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അവരെന്തിട്ടു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ പൈസ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് ചെയ്യാം. ഈ പൈസ വേറെ ആരുടെയും കയ്യിൽ പോവുകയല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത് അതിപ്പോ അങ്ങ് ഒരു കാര്യം പറയുന്നതിനോട് അങ്ങ് പറയുന്ന ഒരു ഭാഗം ഞാൻ അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന് ഈ പണം അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ട്, അവർക്ക് ചെയ്യാം. സംസ്ഥാന സർക്കാരുകൾക്കും ഈ പണം ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ അവർക്ക് കഴിയുമോ? സംസ്ഥാന സർക്കാരിന് ഉള്ള കാര്യം നമുക്കറിയാവില്ല. ഇതെല്ലാം അറിയാലോ. വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സർക്കാർ ആയിക്കോട്ടെ. ഇതേ പ്രയാസം തന്നെ കേന്ദ്ര സർക്കാരിനും ഉണ്ടല്ലോ. ഒരു രാജ്യം നടത്തണ്ടേ? ഇവിടെ വലിയൊരു സൈനിക ശക്തി നമുക്കുണ്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഉണ്ട്, സ്പേസ് റിസർച്ച് നടത്തണം. അങ്ങനെ ഭാരിച്ച ചെലവുകളുള്ള ഒരു രാജ്യമല്ലേ ഇന്ത്യ. അപ്പൊ അത് കാണാതെ നമ്മൾ ഒരു സംസ്ഥാന സർക്കാരിന്റെ ചെലവ് അങ്ങ് കാണുന്നു. ഇവിടെ ഭാരിച്ചൊരു ചെലവ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലെ ഏറ്റവും വലിയ ചെലവ്. പിന്നെ ഒന്നെന്താ, ഈ നേരത്തെ വാങ്ങിച്ച കടത്തിന്റെ പലിശ അടയ്ക്കുക. അപ്പൊ ശമ്പളവും പെൻഷനും പലിശയും കൂടിയാണ് 80% നമ്മുടെ റവന്യൂ തിന്നുന്നത് എന്ന് അങ്ങക്ക് അറിയാവുന്നതാണ്. അറിയാം. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒരു ബാക്കി നമുക്ക് കിട്ടുന്ന വികസനം നമ്മളിപ്പോ കിഫ്ബി വഴി കടമെടുത്താണ് വികസനം കൊണ്ടുവരുന്നത്. അതേപോലെയാണ് കേന്ദ്ര സർക്കാരിന് ഉള്ള പ്രതിസന്ധിയും അത് തന്നെയാണ്. ഇത് അറിയാഞ്ഞിട്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ശരി എങ്കിൽ എന്തുകൊണ്ട് GSTയിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താം എന്ന നിലപാട് എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സംസ്ഥാനം തയ്യാറല്ല. കേന്ദ്ര സർക്കാർ, ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര സർക്കാർ ഇപ്പൊ ജനങ്ങളോട് പറയണം ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് 50 രൂപയ്ക്ക് ഡീസൽ തരാൻ പറ്റത്തില്ല, 50 രൂപയ്ക്ക് പെട്രോൾ തരാൻ പറ്റിയല്ല, 50 രൂപയ്ക്ക് ഇത് തരാൻ ഡീസൽ തരാൻ പറ്റിയല്ല, പെട്രോൾ തരാൻ പറ്റിയല്ല, ഗ്യാസ് നിങ്ങൾക്ക് സബ്സിഡി തരാൻ പറ്റത്തില്ല എന്ന് പറയണം. അവർ ഇപ്പോഴും പറയും നിങ്ങൾക്ക് സബ്സിഡി എന്നാണല്ലോ ഈ പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നത്. ഞാൻ സാധാരണക്കാര് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാ. അല്ല, സബ്സിഡി എന്ന് പറയുന്നത് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആള് ഗ്യാസ്, നമുക്കറിയാലോ, ഗ്യാസ് വടക്കേ ഇന്ത്യയിലൊക്കെ ഗ്യാസ് കൊണ്ട് ഫ്രീ ആയിട്ട് തരികയെന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റിയും ഒരു അടുപ്പും കൊടുത്തിട്ട് അതിന്റെ പിറ്റേ മാസം മുതൽ ചെയ്ത കാര്യങ്ങൾ അറിയാമല്ലോ. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരനുണ്ട്. അവൻ ഇന്ന് ഒരു കുറ്റി ഗ്യാസ് മേടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. 450 രൂപയ്ക്ക് മേടിച്ചോണ്ടിരുന്നത്. അവര് പറഞ്ഞ എന്താണെന്നറിയോ, ജനങ്ങളെ കളിപ്പിച്ചു. ഞാൻ എന്താ പറഞ്ഞ, നേരെ പറയണം, ഇങ്ങനെ ഇന്നതാണ് ജനങ്ങളോട് പറയണം, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ഇന്ന പോലെ. നിങ്ങൾക്ക് സബ്സിഡി വഴി നിങ്ങൾ അക്കൗണ്ട് ചേർന്നോ, അത് നിങ്ങൾക്ക് ബാങ്ക് വഴി നിങ്ങളുടെ സബ്സിഡി മുഴുവൻ തരും. നിങ്ങൾ ഗ്യാസ് കാശ് കൊടുത്ത് മേടിക്കണം. സബ്സിഡി എത്ര കൊടുക്കുന്നു ഇപ്പം ഞങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഗ്യാസിന് ഞങ്ങൾക്ക് സബ്സിഡി തരാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് 2-3 തട്ടുകളായാണല്ലോ അതിനെ തിരിച്ചത്. ആദ്യം സബ്സിഡികൾ ഒഴിവാക്കാൻ തയ്യാറായവരുടെ ഒരു പട്ടിക വന്നു. പിന്നീട് ഇതിൽ വേറൊരു വലിയ കാര്യം, വലിയ സമ്പന്നരായ ആളുകളും ഒക്കെ ഈ സബ്സിഡി കൈപ്പറ്റുകയാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? ഇത് സാധാരണക്കാരന് കിട്ടുന്നില്ല സാർ. സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നു എന്നാണ് അവരുടെ ഒരു പ്രധാന അവകാശവാദം. അതിനെ ഞാൻ പറഞ്ഞ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവര് എന്നോട് പറയാൻ ഇങ്ങനെ തരാൻ പറ്റിയല്ല. എന്നെ പോലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ കറ്റിട്ടാണ് ഞാൻ പറയുന്നത്. അവരെ പറ്റിച്ചിട്ട് അവരോട് പറയണം ഇങ്ങനെയാണ്. അവരോട് ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, ബാങ്ക് വഴി വരും, അവൻ ബാങ്കിൽ പോവുക, സബ്സിഡി വന്നിട്ടുണ്ടോന്ന് അറിയാം. നിങ്ങൾ മൊബൈൽ വഴി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്നാണ് പറയുന്നത്. ഒന്ന് കാണിക്കാവോ ഇവര് പറയാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് വെറും കളിപ്പേര്. അവര് പറയണം, ആ രീതിയിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു വലിയ പ്രശ്നം വന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം വരിക, നമ്മളെല്ലാം കൂടെ നേരിടണം. അത് ഇന്ന കാര്യങ്ങളാണെന്ന് പറയണം, ജനങ്ങളോട് പറയണം. ജനങ്ങളോട് പറയാൻ ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് സിലിണ്ടർ കിട്ടുന്ന ആർക്കും ഈ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ തിരിച്ചു കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? സബ്സിഡി കിട്ടുന്നില്ല. ആർക്കാ കിട്ടുന്നില്ല, അതുകൊണ്ടല്ലേ പറയുന്നേ. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പ്രവീൺ ഒരു ഇടവേള വേണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഷോർട്ട് ബ്രേക്ക്.
യെസ്, അപ്പോൾ നമ്മുടെ ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. അപ്പോൾ യൂട്യൂബിൽ എനിക്ക് ധാരാളം കമൻറ്റ്സ് വരുന്നുണ്ട്. ചില കമൻറ്റുകൾ നമ്മുടെ ദീപുവിനെ കുറിച്ചാണ്. നമ്മുടെ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു ദീപു ഇപ്പോൾ ദുബായിൽ ജോലിക്ക് പോയതിന് ശേഷം വിളിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദീപുവിനെ കുറിച്ച് ഇങ്ങനെ ഇതിനകത്തുള്ള ശക്തിമാനും ഇവരും എല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിവിടെ ഒരു വിഷയമല്ലേ ചർച്ച ചെയ്യുന്നത്, എന്തിനാണ് ഈ വ്യക്തികളിലേക്ക് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഗോളാന്തരം ശക്തിമാനൊക്കെ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ ഒരു സഭ്യമായ ഒരു വിമർശനാത്മകമായ കാര്യങ്ങൾ, സംവാദങ്ങൾ അത് നടത്തുക. അതിനാണല്ലോ നമ്മുടെ ഈ കമൻറ്റ് ബോക്സ് ഉള്ളത്. നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയുകയും അത് മുഴുവൻ കുത്തി നിറയ്ക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിലൊരു കൃത്യമായൊരു ദിനം അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മോഹനൻ എന്നോട് മോഹനചന്ദ്രൻ ഗിരി എന്നോട് പറയുന്നു, മൈക്കിളിന് ഫ്രീ റേഷൻ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, കൂലിപ്പണി എടുക്കുന്ന പാവങ്ങൾക്ക് അത് കിട്ടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഈ ഗ്യാസിൻ്റെ കാര്യമായാലും അത് അന്ത്യോദയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാനത് പരിശോധിക്കാം. കിട്ടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൈക്കിളിന് ഫ്രീ റേഷൻ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, കൂലിപ്പണിയെടുക്കുന്ന പാവങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, സബ്സിഡി കുറ്റി മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കിയ ധാരാളം പേർ ഇപ്പോഴുണ്ട്, അവർ അത് നടക്കുന്നില്ല. സബ്സിഡി ആവശ്യമുള്ള വിഭാഗക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് സുനിലും പറയുന്നു. ഓക്കെ, കൃഷ്ണദാസ് പറയും, എൻ്റെ കയ്യിൽ കുറച്ച് ധനമുണ്ട്, അത് ഞാൻ ചിലവാക്കും, അടുത്ത വീട്ടിലുള്ളവൻ എനിക്ക് ചിലവിന് തരണം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, സുനിലെ, നമ്മുടെ ദീപുവിനെ കുറിച്ചാണ് ഈ ഗോളാന്തരത്തിനൊക്കെ വളരെയധികം ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഷാജി പറയുന്നു, മൈക്കിൾ പറയുന്നത് സത്യമല്ലേ എന്ന്. മൈക്കിൾ പറയുന്ന കാര്യം കുറേയൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഞാൻ പറയുന്ന കാര്യം മൈക്കിളിന് അറിയാമെങ്കിലും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. കാരണം സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ തുക ഇതിൽ നികുതിയായി പിരിച്ചെടുക്കുന്നത്. അത് എങ്ങനെ ആര് പിരിച്ചെടുത്താലും ആത്യന്തികമായി ജനസേവനത്തിന് ഉപയോഗപ്പെടണം എന്നതാണ് എനിക്ക് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഓക്കെ, ഗ്യാസല്ല കഴിക്കുന്ന അറിയും പച്ചക്കറിയുമില്ല, അതിന് വില കുറയ്ക്കാൻ നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ അഭിജിത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അഭിജിത്ത്, ഹായ് ചേട്ടാ, എന്നാ ഉണ്ട് വാർത്തകൾ? അപ്പോൾ കോട്ടയക്കാരനാണെന്ന് കേട്ടോ. എന്നാ ഉണ്ട് വാർത്തകൾ? പിന്നെ ഈ വിളിക്കുന്നതിൽ കുറച്ച് പേർ കേന്ദ്രത്തിൻ്റെ അടിമകളാണ്, കുറച്ച് പേർ കേരള അടിമകളാണ്, കുറച്ച് പേർ പ്രതിപക്ഷ അടിമ, പൊതുജനത്തിന് വേണ്ടി ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. പെട്രോളിൻ്റെ വില കുറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ നികുതിയും സ്വാഭാവികമായി കുറയും എന്ന് VC തോമസ് പറയുന്നു. അത് 30%. അത് ആ 30% കുറയുമ്പോൾ കിട്ടുന്ന ശതമാനം കുറയില്ല, തുക കുറയും. ഒരു പക്ഷേ അത് തുക കുറയുമായിരിക്കും, പക്ഷേ ശതമാനവും കുറയ്ക്കാവുന്നതാണ്. ചന്ദ്രശേഖരൻ എൻ്റെ മെയ് 4 കേരളത്തിൻ്റെ സ്വാതന്ത്ര്യദിനം കപ്പിത്താൻ ഗൾഫിലേക്ക് പോയെന്ന് ജോയ് കാലിക്കറ്റ്. ഓക്കെ, ജിയോ പറയുന്നു, കേന്ദ്രം ടാക്സ് കുറച്ചു എന്ന് പറയുന്നു, ടാക്സിലും കൂടുതൽ സെസ് ആയത് എന്ന് കേന്ദ്രം കലക്ട് ചെയ്യുന്നുണ്ട് എന്ന് ജിയോ പറയുന്നു. നോക്കാം അതെന്താണെന്ന്. ഏതായാലും അജിത് കുമാർ മാറോളി പറയുന്നു, സംസ്ഥാന നികുതി പിരിക്കുന്നത് അളവനുസരിച്ചല്ല, മറിച്ച് കേന്ദ്രം നൽകുന്ന വില അനുസരിച്ചാണ്. അതിനാൽ കേന്ദ്രം വില കുറയ്ക്കുന്നതിനനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ വിലയും കുറയും എന്ന് അജിത് കുമാർ മാറോളി പറയുന്നു. വില ശതമാനം അങ്ങ് കുറച്ചാൽ മതി എന്നാണ്. 30%. 30% നികുതി കേന്ദ്രവും ചുമത്തുന്നില്ല, അതാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഓക്കെ, അരി 30 രൂപയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾ ഇപ്പോൾ 65 വാങ്ങാം, അത് കുഴപ്പമില്ലേ എന്ന് സുനിൽ ചോദിക്കുന്നു. തിരുവല്ലയിൽ അനൂപ് ആൻ്റണി മത്സരത്തിന് വന്നതോടെ ഇടതു വലത് മുന്നണികൾ ഞെട്ടിയിരിക്കുകയാണെന്ന് എന്നോട് എസ് കുമാർ പറയുന്നു. മനുവിൻ്റെ ചോദ്യത്തിന് മൈക്കിളിന് ഉത്തരമില്ല എന്നൊക്കെ എന്നെ പിന്താങ്ങുന്നുണ്ട് ശക്തിമാൻ. വിനോദൻ പറയുന്നു, ഒരുവിധം സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല, പൊതുജനത്തിന് ഭാരം കൂട്ടാതെ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മൈക്കിളിന് ഉത്തരമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ എന്നെ പിന്താങ്ങുന്നുണ്ട്. പെട്രോളിയം GSTയിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് കേരളം തയ്യാറാകാത്തതെന്ന് നന്ദകുമാർ എന്നോട് പറയുന്നു. ഹക്കീം പറയുന്നു, ഇപ്പോഴുണ്ടായ യുദ്ധം കൊണ്ടാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് കേരളമാണ്. ഇവിടെയുള്ളവർക്ക് ഉയർച്ച കാരണം സാധാരണക്കാർ ഗൾഫിൽ പോയി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്. ഉടനെ യുദ്ധം അവസാനിക്കട്ടെ. ഹക്കീം ബേക്കലിൻ്റെ ആ അഭിപ്രായം അങ്ങേയറ്റം വളരെ സുപ്രധാനമാണ്. കാരണം നമ്മുടെ നാട് കെട്ടിപ്പടുക്കുന്നതിൽ പ്രവാസികൾ വഹിച്ച നിർണായകമായ പങ്ക് നമ്മൾ പൊതുവേദി എല്ലാ ഘട്ടത്തിലും ഓർത്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകണമെന്നത് നമ്മുടെ പൊതുവായ ഒരു താല്പര്യമാണ്. നമ്മളെല്ലാം അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അജിത് കുമാർ മാറോളി പറയുന്നു, 10 രൂപ എക്സൈസ് ഡേറ്റ് കുറിച്ചാൽ സ്വാഭാവികമായും സംസ്ഥാനത്ത് കിട്ടുന്ന പെട്രോളിൻ്റെ 10 രൂപ കുറയുമല്ലോ. ഇല്ല, 10 രൂപയുടെ 30% കുറയും, 3 രൂപ കുറയായിരിക്കും. ഓക്കെ, അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, മിനി ടീച്ചർ, കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ എവിടെ PCR-നെ അലേർട്ട് ചെയ്യാം കേട്ടോ. മൈക്കിൾ, ഇവരൊന്നും നന്നാകില്ല, പെട്രോൾ വെറുതെ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജോയ് എന്നോട് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. കുറേ പേർ ചേർന്നിട്ട് വിനോദനുണ്ട്.
അപ്പോൾ കുറേ പേരുടെയൊക്കെ എനിക്ക് മിസ്സായും പോയി. ശരി, ഞാൻ അതിലേക്കൊക്കെ വരാം. രാജീവ് കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. രാജീവ് നമ്മുടെ സമയം കഴിയാറായി, വളരെ വേഗത്തിൽ. നമ്മളെ മൈക്കിള് പറഞ്ഞു ഞാൻ സാധാരണക്കാരാണ്. ഈ വടക്കേന്ത്യയില് ഈ സാധാരണക്കാർ വോട്ട് ചെയ്തിട്ട് ശേഷമാണ് 10 വർഷത്തിന് ശേഷം അവര് തൂത്തുവാരിയത്. മനസ്സിലായോ? ആ മൈക്കിളിനോട് പറയണം 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ, 5 ലിറ്റർ പെട്രോൾ അടിക്കാം. തമിഴ്നാട്ടില് 6 രൂപ ലിറ്ററിന്റെ പുറത്ത് കുറവാ. ആ മൈക്കിളൊക്കെ സാധാരണക്കാരാന്ന് പറയുന്നത്. 35 കിലോ അരി കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മൈക്കിളിന്റെ അടുത്ത് പറഞ്ഞാൽ മതി അത് മേടിച്ച് കഴിക്കാൻ. അദ്ദേഹത്തിന്റെ ഒരു ആശങ്കകൾ പങ്കുവെച്ചു. നമ്മളൊരു വ്യക്തി ഒരു ജോലിക്ക് ഇപ്പൊ വേണ്ട. മെനഞ്ഞാണ് നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാവരും സഹകരിക്കണം, നമ്മള് രാജ്യം മുമ്പോട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുകയാണെന്ന്. അയാള് ഹിന്ദിയിലാണ് സംസാരിച്ചത്. അത് തർജ്ജമ ചെയ്ത് ഈ മൈക്കിളിന് അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അയാളുടെ അടുത്ത് എന്തോ പറയാൻ നമ്മള്. ഈ നിങ്ങള് മനസ്സാറ് കേട്ടല്ലേ നരേന്ദ്രമോദി മെനഞ്ഞാന്ന് പ്രസംഗിക്കുന്നത്? അല്ല, രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ അത് നമുക്ക് കൂട്ടായി തന്നെ അത് മുന്നേറാം. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചവരാണ്. തന്നെ നോക്കട്ടെ, ഇവിടുന്ന് നമ്മൾ എന്റെ സ്ഥലം കൊല്ലത്ത് നമ്മൾ തെങ്കാശി ചെന്ന് കഴിഞ്ഞാൽ അവിടെ 6 രൂപയുടെ വ്യത്യാസമുണ്ട് 1 ലിറ്ററിന്റെ പുറത്ത്. അപ്പൊ അതെങ്ങനത്തെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പെട്രോൾ വിലയുള്ള രണ്ടാമത്തെയോ മറ്റോ സംസ്ഥാനമാണ്. രണ്ടാമത്തെയോ മൂന്നാമത്തെ ആയിരിക്കും ഇവിടെ മേടിക്കുന്നത്. ഇവിടെ വേറെ വല്ലതും വരുമാനമുണ്ട്. അതാ ഞാൻ മൈക്കിളിനോട് ചോദിച്ചത്. 400 രൂപ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ നമ്മളൊക്കെ മേടിക്കുന്നത്. 5 ലിറ്റർ പെട്രോൾ അടിക്കാം. അല്ല, അപ്പൊ കേരളത്തിന് സ്വതവേ നമുക്ക് വേറെ വരുമാന സ്രോതസ്സുകൾ കുറവാണ്. അല്ല, അത് മനസ്സിലാക്കണ്ടേ. ഈ കേന്ദ്ര സർക്കാർ ഈ വികസനങ്ങളെല്ലാം നടത്തുന്നു. ഈ സാറ് നേരത്തെ പുള്ളിയെടുത്ത് പറഞ്ഞു മിലിറ്ററിക്ക് കൊടുക്കുന്നു, ഈ പാലങ്ങൾ വരുന്നു, ഈ റോഡുകൾ ഹൈവേകൾ വരുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം പോയതാ. എന്താ പണികൾ നടക്കുന്നതെന്നറിയാം, ഹൈവേയുടെ പണികളൊക്കെ. ഈ മൈക്കിളൊക്കെ ഇവരൊക്കെ എന്നിട്ട് പറഞ്ഞിട്ട് ഞാനൊരു സാധാരണക്കാരൻ. അയാള് ഏതോ ബ്രാഞ്ചസൊക്കെ CPM-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുള്ളി പറഞ്ഞിട്ടില്ല. ഈ പ്രധാന കേന്ദ്രം ഒന്നും പറയുന്നില്ല. മെനഞ്ഞാന്ന് ലോകസഭയിൽ പ്രസംഗിച്ചത് സാറ് കേട്ടില്ലേ? അത് പ്രധാനമന്ത്രി പ്രസംഗിക്കുക. ഇവരെ പോലുള്ള ഈ മൈക്കിളിനെ പോലുള്ളവരൊക്കെ രാജീവ് നമ്മൾ അദ്ദേഹം നമ്മുടെ ഒരു പ്രേക്ഷകനില്ല. അപ്പൊ നമ്മൾ അവൻ എന്നൊക്കെ ഉള്ള ഒരു പ്രയോഗം നമ്മുടെ നമുക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ നമ്മള് കുറെ കൂടി അത് സഭ്യമായ ഭാഷയിൽ ചെയ്യുക. ഇപ്പം പിന്നെ 6000 രൂപ വെച്ച് കൃഷിക്കാർക്ക് കൊടുക്കുന്നു. ഇത് പൈസയൊക്കെ എവിടുന്ന? 6000 രൂപയാണോ 8000 രൂപയാണോ ഒരു വർഷത്തിൽ അവർ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നില്ലേ? ഇനി ഇതെല്ലാം കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം നടക്കുന്നില്ല. പുള്ളി 10 വർഷത്തിന് മുമ്പ് പുള്ളിക്ക് ഇപ്പോഴും അന്നത്തെ ജോലിക്കൂലിയാണ് ഇപ്പം. അയാൾ സാധാരണക്കാരനെന്നാ പുള്ളി പറഞ്ഞത്. അന്ന് കൊടുക്കുന്ന കൂലിയാണ് ഇപ്പം കൊടുക്കുന്നത്. ശരി, ചിലപ്പോ കൂലിയും കുറഞ്ഞും വരും. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, അപ്പൊ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും നികുതി കുറച്ചത് ശരിക്കും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യും സാർ. കേരളവും അതുപോലെ തന്നെ ഒരു ചെറിയ അംശമെങ്കിലും കുറയ്ക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ചായക്കടകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപ കൂട്ടിക്കഴിഞ്ഞു സാർ. ഇപ്പൊ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും ഇനിയിപ്പോ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ടും അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ പേർക്കും ഈ നികുതി കുറച്ചത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് സാർ എന്റെ അഭിപ്രായം. ചായക്കടക്കാരൊക്കെ വില കൂട്ടിയോ? ചായയുടെ വില കൂട്ടിയോ? 2 രൂപ കൂട്ടി സാർ. ഇന്ന് തിരുമലയിൽ ഒരു കടയിൽ കയറ്റി ഒരു ചായയും കടിയും കുടിച്ച് 24 രൂപ വാങ്ങിച്ചു സാർ. ശ്രീ ചന്ദ്രൻ നായർ ധാരാളം ചായ കുടിക്കുന്ന ആളാണോ? അല്ല സാർ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചായ കുടിക്കും അല്ലേ? ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയാമോ, ഞാൻ ധാരാളം ചായ കുടിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചു. അപ്പൊ സാർ കൂടുതൽ കുടിക്കരുത് സാർ, കുടിക്കരുത്. പക്ഷെ എങ്കിൽ തന്നെയും വില കൂട്ടി തുടങ്ങി അതിന്റെ ആരംഭം കുറിച്ച് കഴിഞ്ഞു എന്നാ ഞാൻ പറഞ്ഞ സാർ. അത് ശരി, അതാണ്. ഓക്കെ, അപ്പൊ കാരണം ഞാൻ ഇപ്പൊ ചായ കുടി നിർത്തി എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഷുഗർ സൈറ്റ് ചെയ്തതോടുകൂടി ചായയിലാണല്ലോ നമ്മൾ മധുരം ധാരാളം. നല്ലത് സാർ, നല്ലത്. എന്തായാലും പക്ഷെ ചായ പൊടി കുറെയൊക്കെ ഞാൻ കുറച്ചു. പക്ഷെ ഇവിടെ ഒന്നും കൂടിയിട്ടില്ല കേട്ടോ. ഞാൻ ഒന്ന് ചോദിക്കണം, അപ്പൊ ഇവിടെ എന്താണ് ചായയുടെ അവസ്ഥ? സാർ അത് അപൂർവം ചില കടകളിൽ കൂട്ടി സാർ, കൂട്ടി എന്നുള്ള സത്യമാണ്. അതോ ഇനി കടിയുടെ വില കൂടിയതാണോ? അല്ല സാർ, ഉള്ളിവട 10 രൂപ. കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസം മുമ്പ് വരെ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 രൂപയായിരുന്നു സാർ. അതാക്കി അവർക്ക് ഗ്യാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അന്യായ വിലക്കാണ് വാങ്ങുന്നത്. അതായത് ബ്ലാക്കിലൊക്കെ വാങ്ങുന്നുണ്ട് സാർ പല കടക്കാരും, പൈസ കൂട്ടിയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ ചന്ദ്രൻ നായർ ധാരാളം ഉള്ളിവടയൊക്കെ കഴിക്കുന്ന ആളാണോ? സാർ അങ്ങനെയില്ല, അങ്ങനെ അപൂർവം.
ശരി ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. കേന്ദ്രം നികുതി കുറച്ചൊരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ആ നിലപാട് സ്വീകരിക്കുമോ എന്നായിരുന്നു ഞാൻ പ്രധാനമായി ചോദിച്ചത്. കേരളവും നികുതി കുറയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ 27% ആളുകൾ കേരളവും നികുതി കുറയ്ക്കും എന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ 73% ആളുകൾക്ക് പക്ഷേ ആ പ്രതീക്ഷയില്ല, അവർ അങ്ങനെ കരുതുന്നില്ല. ഏതായാലും ഇന്ധനവില എന്നത് ഒരു സാമ്പത്തിക സൂചിക മാത്രമല്ല, ജനങ്ങളുടെ ദിവസേനയുള്ള ജീവിത ചെലവിനെ നേരിട്ട് സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വില നിയന്ത്രണത്തിൽ ആക്കണം എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇന്ധനവില ഉയരുമ്പോൾ അതിൻ്റെ പ്രതികരണം വിലക്കയറ്റമായി വരും. ചിലത് ജീവിത ചെലവിൻ്റെ വർധനയായി നമുക്കത് കാണാൻ കഴിയും. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അത് പടരും. അതിനാൽ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളയാതെ പ്രതിസന്ധി കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച് ജനങ്ങളുടെ ഭാരമേറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്. സമയോചിതമായ ഇടപെടലുകളും സംയുക്തമായ നീക്കങ്ങളും വഴി ഇന്ധനവില പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. വിലക്കയറ്റം നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് കഴിയണം. അവസാനം ഭരണകൂടങ്ങളുടെ യഥാർത്ഥ പരീക്ഷ ഇത്തരത്തിലുള്ള കടുത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാവുകയും വേണം. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.